ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6 വരുന്നത് ഡിവിഡൻഡ് ഡിസിഷനാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് ടേമുകളാണ്. ഒന്ന് എന്താണ് ഡിവിഡൻഡ് എന്നും മറ്റൊന്ന് എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നും. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ is a part of profit distributed among shareholders. പ്രോഫിറ്റിൻ്റെ ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് വീതിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് നൽകുന്നു. ആ വീതിച്ച് നൽകുന്ന ഇതിനാണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. മറ്റൊരു മീൻ നോക്കാം. ഡിവിസിബിൾ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഈസ് കോൾഡ് ഡിവിഡൻഡ്. ഒരു കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നു, അതിനെ പറഞ്ഞ പേരാണ് ഡിവിഡൻഡ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഡിവിഡൻഡ് പ്രോഫിറ്റിൻ്റെ ഭാഗമാണ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട പ്രോഫിറ്റിൻ്റെ ഭാഗത്തിന് പറഞ്ഞ പേരാണിത് ഡിവിഡൻഡ്. ഇനി എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ നോക്കാം. ദ മാനേജ്മെൻറ്റ് ഹാസ് ടു ഡിസൈഡ് ടു വാട്ട് പ്രൊപ്പോർഷൻ ഓഫ് ഏർണിംഗ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് മാനേജ്മെൻറ്റ് തീരുമാനിക്കും എത്രയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് നൽകേണ്ടത്. ആ തീരുമാനത്തിന് പറഞ്ഞപ്പോഴാണ് ഡിവിഡൻഡ് ഡിസിഷൻസ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എത്ര ശതമാനം, അവരുടെ ഷെയറിൻ്റെ എത്ര പ്രൊപ്പോർഷൻ നമ്മൾ ഡിവിഡൻഡ് നൽകണം, ആ തീരുമാനത്തിന് പറഞ്ഞപ്പോഴാണത് ഡിവിഡൻഡ് ഡിസിഷൻസ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലേ എത്ര പ്രൊപ്പോർഷൻ, എത്ര ശതമാനം ഡിവിഡൻഡ് നൽകണം എന്ന തീരുമാനം എടുക്കലാണിത് ഡിവിഡൻഡ് ഡിസിഷൻ. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യാഷ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ ക്യാഷ്. ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷായിട്ടാണ് ഡിവിഡൻഡ് നൽകുന്നതെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, ക്യാഷ് ഡിവിഡൻഡ്. അപ്പോൾ ഒരു കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകുന്നത് ക്യാഷായിട്ടാണെങ്കിൽ അത്തരം ഡിവിഡൻഡിന് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ഡിവിഡൻഡിൽ ഫർദർ ക്ലാസിഫൈഡ് 2 ആണ്. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡും വരുന്നുണ്ട്, ഇൻ്ററിം ഡിവിഡൻഡും വരുന്നുണ്ട്. അതിൽ റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ്. അപ്പോൾ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അത്തരം ഡിവിഡൻഡാണ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ്. ദെൻ അത് വരുന്ന സെക്കൻഡാണ് ഇൻ്ററിം ഡിവിഡൻഡ്. ഇൻ്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബിഫോർ ഡിക്ലറേഷൻ ഓഫ് ദി ഫൈനൽ ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് മുമ്പ്, അതായത് ആ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ദിസ് ഈസ് ഡിക്ലെയർഡ് ആസ് ഇറ്റ് എനി ടൈം ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ്. 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇടയ്ക്ക്, അതായത് ഒരു 6 മാസ കാലാവധിക്കൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡാണെന്ത്, ഇൻ്ററിം ഡിവിഡൻഡ്. അതായത് ഒരു കമ്പനിയുടെ 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇടയിൽ 6 മാസക്കാലം ഇടവുണ്ടാകുക. ഈ ഇടയിൽ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡാണെന്ത്, ഇൻ്ററിം ഡിവിഡൻഡ്. അപ്പോൾ ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ക്യാഷാണ്. അതിൽ രണ്ടെണ്ണുണ്ട്, റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡും ഇൻ്ററിം ഡിവിഡൻഡും. ദെൻ സെക്കൻഡ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. കമ്പനീസ് നോട്ട് ഹാവിങ് സഫിഷ്യൻറ്റ് ക്യാഷ് ജനറലി പെയ്ഡ് ഇവൻറ്റ്സ് in the form of shares by capitalizing past reserve and profit. Such shares are called bonus shares. ഒരു കമ്പനിൻ്റെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ട് ക്യാഷ് ഇല്ല, അപ്പോൾ അവർ ഡിവിഡൻഡ് നൽകുന്നത് ബോണസ് ഷെയർ ആയിട്ടാണെങ്കിൽ അത്തരം ഡിവിഡൻഡിനാണ് എന്ത് പറയുന്നത്, സ്റ്റോക്ക് ഡിവിഡൻഡ് കൊണ്ട്. ഒറ്റ മീനിങ് മനസ്സിലാക്കാൻ മതി, പെയ്ഡ് ബോണസ് ഷെയർസ്. അപ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ ബോണസ് ഷെയർ ആയിട്ടാണ് ഡിവിഡൻഡ് നൽകുന്നതെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് സ്റ്റോക്ക് ഡിവിഡൻഡ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് കമ്പനി ഡസ് നോട്ട് ഹാവ്
സഫീഷ്യൻറ്റ് ഫണ്ട് ടു പേ ഡിവിഡൻറ്റ് ടു ക്യാഷ്, ഇഷ്യൂ ട്രാൻസ്ഫറബിൾ പ്രോമിസറി നോട്ട് ഫോർ എ ഷോർട്ട് ടേം മെച്യൂരിറ്റി പീരിയഡ് ഫോർ എമൗണ്ട് ഡ്യൂ ടു ഷെയർ ഹോൾഡേഴ്സ്. ദിസ് ഈസ് കാൾഡ് സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ്. അതായത് ഒരു കമ്പനീൻ്റെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ടില്ല, ക്യാഷായിട്ട് ഡിവിഡൻറ്റ് കൊടുക്കാനുള്ള ഫണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാണ് അവർ ഒരു ഷോർട്ട് ടേം പ്രോമിസറി നോട്ടായിട്ടാണ് ഡിവിഡൻറ്റ് നൽകുന്നതെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ്. അപ്പോൾ ഇവിടെ ഡിവിഡൻറ്റ് നൽകുന്നത് പ്രോമിസറി നോട്ടായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ക്യാഷ് അല്ലെ, ക്യാഷ് ആയിട്ടാണ് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. ദെൻ സ്റ്റോക്ക് ഡിവിഡൻറ്റ് പറഞ്ഞാലോ ബോണസ് ഷെയർ ആയിട്ടാണ് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്. സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാലോ പ്രോമിസറി നോട്ടായിട്ടാണ് ഡിവിഡൻറ്റ് നൽകുന്നത്. നെക്സ്റ്റ് ആണ് ബോണ്ട് ഡിവിഡൻറ്റ്. ഇൻ റയർ കേസ് ഡിവിഡൻറ്റ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട് ഓർ നോട്ട്സ് ഫോർ എ ലോങ് ടേം പീരിയഡ് ബിയറിംഗ് ഇൻട്രസ്റ്റ് അറ്റ് ഫിക്സഡ് റേറ്റ്. എ കമ്പനി ഇഷ്യൂ ബോണ്ട് ബൈ വേ ഓഫ് ഡിവിഡൻറ്റ് വെൻ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഇനഫ് ഫണ്ട് ടു പേ ക്യാഷ് ഡിവിഡൻറ്റ്. അതായത് ഒരു കമ്പനിക്ക് ക്യാഷായിട്ട് ഡിവിഡൻറ്റ് കൊടുക്കാനില്ലാത്ത കേസിൽ അവർ ബോണ്ടായിട്ടോ ഡിബഞ്ചറായിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം മറ്റു നോട്ടുകളായിട്ടോ എന്ത് ചെയ്യുന്നു ഡിവിഡൻറ്റ് കൊടുക്കുന്നു. അത്തരം ഡിവിഡൻറ്റിനെയാണ് ബോണ്ട് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ടൈപ്പാണ് പ്രോപ്പർട്ടി ഡിവിഡൻറ്റ്. സംടൈംസ് ഡിവിഡൻറ്റ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് അസറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഡിവിഡൻറ്റ് ഇൻ ക്യാഷ്. ഡിവിഡൻറ്റ് അസറ്റായിട്ടാണ് നൽകുന്നതെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് പ്രോപ്പർട്ടി ഡിവിഡൻറ്റ്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നമ്മൾ ഇവിടെ 5 ടൈപ്സ് ഓഫ് ഡിവിഡൻറ്റാണ് പറഞ്ഞത്. ഒന്ന് ക്യാഷ് ഡിവിഡൻറ്റ്, അവിടെ ഡിവിഡൻറ്റ് നൽകുന്നത് ക്യാഷ് ആയിട്ടാണ്. 2 സ്റ്റോക്ക് ഡിവിഡൻറ്റ്. സ്റ്റോക്ക് ഡിവിഡൻറ്റ് നൽകുന്നത് എന്താണ് ബോണസ് ഷെയർ ആയിട്ടാണ്. ദെൻ സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റ്. സ്ക്രിപ്റ്റ് ഡിവിഡൻറ്റിൽ ഡിവിഡൻറ്റ് നൽകുന്നത് പ്രോമിസറി നോട്ടായിട്ടാണ്. ദെൻ ബോണ്ട് ഡിവിഡൻറ്റ് നൽകുന്നത് ബോണ്ടോ ഡിബഞ്ചറോ ആണ്. ദെൻ പ്രോപ്പർട്ടി ഡിവിഡൻറ്റ് അസറ്റായിട്ടാണ് ഡിവിഡൻറ്റ് നൽകുന്നത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻറ്റ് പോളിസി. ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഒരു കമ്പനിയുടെ ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായിട്ടും 2 ഫാക്ടേഴ്സാണ് വരുന്നത്. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും മറ്റൊന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അതായത് വിത്തിൻ ദി കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദി കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. അതിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ദി ഏർണിങ്സ്. ആ കമ്പനിയുടെ കപ്പാസിറ്റി, എത്രമാത്രം ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നത് അവരുടെ ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഒരു ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. രണ്ടാമത്തെ പോയിൻ്റാണ് ലിക്വിഡിറ്റി ഫണ്ട്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം നീഡ്സ് ആണ്. ആ കമ്പനിക്ക് ഷോർട്ട് ടേം നീഡ്സ് അച്ചീവ് ചെയ്യാൻ ഏതെല്ലാം രീതിയിൽ ഫണ്ടുകളുണ്ട്, അതും എന്തിനെ ബാധിക്കും ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഇൻറ്റേർണൽ ഫാക്ടറാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്. ഏതെല്ലാം രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കമ്പനിക്കുണ്ട്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് എത്രമാത്രം ഈ ഒരു കമ്പനിയുടെ ഡിവിഡൻറ്റ് പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നതും എന്തിനെ ബാധിക്കും ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് ആണ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് കൺട്രോൾ. ആ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നതിൽ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡും എന്തിനെ ബാധിക്കുന്ന ഇൻറ്റേർണൽ ഫാക്ടറാണ് ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഇൻറ്റേർണൽ ഫാക്ടറാണ്. ദെൻ പാസ്റ്റ് ഡിവിഡൻറ്റ് റേറ്റ്. മുൻ വർഷങ്ങളിൽ അവർ കൊടുത്ത ഡിവിഡൻറ്റ് റേറ്റും ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഘടകമാണ്. എബിലിറ്റി ടു ബോറോ. കമ്പനിക്ക് ബോറോ ചെയ്യാനുള്ള, കടം വാങ്ങാനുള്ള കപ്പാസിറ്റി ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഘടകമാണ്. നീഡ് ടു റീപേ ഡെപ്റ്റ്. ഡെപ്റ്റ് റീപേയ്മെൻറ്റ് നടത്താനുള്ള ആവശ്യകത, അതായത് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് ഡെപ്റ്റ് റീപേ നടത്താൻ, അതും എന്തിനെ ബാധിക്കും ഡിവിഡൻറ്റ് പോളിസിനെ ബാധിക്കുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഓരോ പോയിൻറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക, പോയിൻറ്റുകൾ അറിയുക, എങ്ങനെയാണ് ആൻസർ. നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് കൊടുക്കണം, എക്സ്പ്ലനേഷൻ എഴുതണം, വെറും പോയിൻ്റ് എഴുതി പോകരുത്. നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ട്രേഡ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയും അല്ലേ. നമുക്ക് പല ക്ലാസ്സുകളിലും പഠിച്ചതാണ് ട്രേഡ് സൈക്കിൾ, അതായത് ബൂം, റിസഷൻ, റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് സൈക്കിളും എന്തിനെ ബാധിക്കും
ഡിവിഡൻഡ് പോളിസിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ദെൻ ലീഗൽ റിക്വയർമെൻറ്റ്സ്, ഗവൺമെൻറ് റൂൾസും റെഗുലേഷനും ഡിവിഡൻഡ് പോളിസിനെ ബാധിക്കുന്ന ഘടകമാണ്. കോർപ്പറേറ്റ് ടാക്സ്, അതായത് കമ്പനികൾക്കുള്ള ടാക്സ്, അതും ഡിവിഡൻഡ് പോളിസിനെ ബാധിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. ദെൻ ജനറൽ സ്റ്റേറ്റ് എക്കോണമി, രാജ്യത്തിൻ്റെ എക്കോണമിക് സിസ്റ്റം എന്തിനെ ബാധിക്കും? ഡിവിഡൻഡ് പോളിസിനെ ബാധിക്കുന്ന ഘടകമാണ്. ദെൻ കണ്ടീഷൻ ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ്. ദെൻ ഗവൺമെൻറ്റിൻ്റെ പോളിസി. അപ്പോൾ 2 മേജർ ഫാക്ടേഴ്സാണ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി. അതിൽ ഫസ്റ്റ് വൺ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ വേർഡിൻ്റെ മീനിങ് തന്നെ മനസ്സിലാക്കാം. സ്റ്റെബിലിറ്റിയാണ്. ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും. അതായത് ഓരോ വർഷവും കറക്റ്റ് ടൈമിൽ എന്ത് കൊടുക്കും? ഡിവിഡൻഡ് കൊടുക്കുമെങ്കിൽ അത്രയും ഡിവിഡൻഡ് പോളിസിന് പറഞ്ഞ പേരാണിത് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ് മീൻസ് കൺസിസ്റ്റൻസി ഇൻ ഡിവിഡൻഡ് പേയ്മെൻറ്റ്. അല്ലെ, എന്താണ് കൺസിസ്റ്റൻസി? സ്ഥിരത. ഡിവിഡൻഡ് പേയ്മെൻറ്റിൽ സ്ഥിരത ഉണ്ടെങ്കിൽ അത്രയും ഡിവിഡൻഡ് പോളിസിന് പറഞ്ഞ പേരാണിത് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. ദിസ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി ഈസ് വൺ ദാറ്റ് മെയിൻറ്റെയിൻ റെഗുലാരിറ്റി ഇൻ പേയിങ് സം ഡിവിഡൻഡ് ഈവൻ ത്രൂ ദ ഏണിംഗ് ഫ്ലക്ച്വേഷൻ ഫ്രം ഇയർ. കമ്പനിക്ക് ഏണിംഗ് ഫ്ലക്ച്വേഷൻസ്, അതായത് പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞാൽ പോലും അവരെന്ത് ചെയ്യും? ഡിവിഡൻഡ് കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് കൊടുക്കുമെങ്കിൽ അത്തരം ഡിവിഡൻഡ് പോളിസിനെ പറഞ്ഞ പേരാണിത് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. അതിൽ വരുന്നതാണ് ഡിവിഡൻഡ് പെർ ഷെയർ, കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ഏർണിങ്സ്, അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റേജ് ഡിവിഡൻഡ് പെർ ഷെയർ പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ്. അപ്പോൾ ഒരു ഡിവിഡൻഡ് പെർ ഷെയർ ഡിവിഡൻഡ് കറക്റ്റ് കൊടുക്കും, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഏർണിങ്സ് ഉണ്ടെങ്കിൽ ആ ഏർണിങ്സിൻ്റെ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ എക്സ്ട്രാ ഡിവിഡൻറ്റും കൂടിയും പല കേസുകളിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, സ്റ്റെബിലിറ്റി ഉണ്ട് എന്തിൽ? ഡിവിഡൻഡ് പേയ്മെൻറ്റിൽ. അത്രയും ഡിവിഡൻഡ് പോളിസിന് പറഞ്ഞ പേരുണ്ട് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസിയാണ് റെഗുലർ ആൻഡ് എക്സ്ട്രാ പോളിസി. അണ്ടർ ദിസ് പോളിസി ഷെയർഹോൾഡേഴ്സ് ആർ പെയ്ഡ് കോൺസ്റ്റൻറ്റ് റുപ്പി ഡിവിഡൻഡ് ഫിക്സ് പെർസെൻറ്റേജ് അലോങ് വിത്ത് എക്സ്ട്രാ. ഈ ഒരു പോളിസി പ്രകാരം കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് നൽകും, അതായത് റെഗുലർ ഡിവിഡൻഡ് നൽകും, അതിൻ്റെ പുറമെ എന്തുകൊണ്ടായിരിക്കും? എക്സ്ട്രാ ഡിവിഡൻഡ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് റെഗുലർ ഡിവിഡൻറ്റിന് പുറമെ എക്സ്ട്രാ ഡിവിഡൻറ്റും കൂടിയും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എക്സ്ട്രാ കൂടി നൽകുന്നെങ്കിൽ അത്രയും ഡിവിഡൻഡ് പോളിസിനെ പറഞ്ഞപ്പോഴാണിത് റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി. ദെൻ നെക്സ്റ്റ് ആണ് റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. ദിസ് പോളിസി ഡിസ്ട്രിബ്യൂട്ടിംഗ് ഷെയർസ്, ഇവിടെ എന്ത് ചെയ്യാണ്? ബോണസ് ഷെയർസ് ആയിട്ടാണ് നൽകുന്നത്. ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് ആയിട്ടാണ് നൽകുന്നതെങ്കിൽ അത്തരം ഡിവിഡൻഡ് പോളിസിക്ക് പറഞ്ഞ പേരാണിത് റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. അപ്പോൾ 3 ഡിവിഡൻഡ് പോളിസി പറഞ്ഞത്, ഒന്ന് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, 2 റെഗുലർ ആൻഡ് എക്സ്ട്രാ പോളിസി, 3 റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി. 3ഉം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ എന്താണ് ഡിവിഡൻഡ്, ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്, ദെൻ ഡിവിഡൻഡിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി, ഇത്രയും ടോപ്പിക്കുകളാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.